സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ പുരോഗമിക്കുകയാണ്. വേദിയിലെ മനോഹരമായ കാഴ്ചകളോടൊപ്പം തന്നെ ഒരുപാട് കഥകളുമുണ്ട്. അവിടെ പങ്കെടുക്കുന്നവരെ കഥകളും അത് കാണാൻ വരുന്നവരെ കഥകളും പിന്നീട് അവർ വന്നു ചേരുന്ന കഥകളും എല്ലാം ഭയങ്കര രസകരമാണ്. അത്തരത്തിലൊരു കഥയുണ്ട്, ഒരു ജീവിതയാത്രയുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് ഈ സിനിമ സീരിയൽ രംഗത്തൊക്കെ വളരെയധികം ശ്രദ്ധേയനായ പ്രകാശ് പേട്ട ഓക്കെ സാറാണ്. സാറിൻ്റെ മകളും ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരള നടനായിരുന്നു ഇവൻറ്റ്. എന്തായാലും നമുക്ക് സാറിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. സാറ് ഈ ഒരു കലാരംഗത്തിലൂടെ സിനിമ ഫീൽഡിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയല്ലേ? അതെ, ഞാൻ ആദ്യമായി സ്കൂൾ കലോത്സവങ്ങൾ വഴിയാണ് കലാരംഗത്ത് വന്നത്. 94 മുതൽ 2000 വരെ ജില്ലാ സബ് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ തുടർച്ചയായി 6 വർഷം മിമിക്രിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരതനാട്യം, നാടോടി നൃത്തം, മോണോആക്ട് എന്നിവയും തുടർച്ചയായിട്ട് 3 വർഷം 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുവഴിയാണ് പ്രൊഫഷണൽ മിമിക്രി രംഗത്തേക്ക് തിരുവനന്തപുരം സരിക എന്ന സബ് ട്രൂപ്പിലാണ് ഞാൻ ആദ്യമായി സമിതിയിൽ വന്നത്. നമ്മൾ പക്ഷേ സിനിമയിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭരതനാട്യം എന്നുള്ളൊരു പേര് നമ്മൾ എവിടെ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഭരതനാട്യം എന്ന് പറയുന്നൊരു പേര് കൂടിയുണ്ട്. അങ്ങനെ ഒരു നൃത്തത്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഇപ്പോൾ മകളും ഈ ഒരു ഫീൽഡിലേക്ക് മകൾക്കും അങ്ങനെ ഒരു ചെറിയൊരു കലാവാസന ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് പ്രോത്സാഹിപ്പിച്ചത്. ശരി, എത്ര കാലമായി ഇപ്പം മകളിപ്പം പഠിച്ചു തുടങ്ങി? മകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 3-4 വയസ്സ് മുതലാണ് തുടങ്ങിയത്. എന്തായാലും 4 വയസ്സ് മുതൽ പഠിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവൻ്റൊക്കെ? നന്നായിരുന്നു. ഭയങ്കര ഒരു റിസൾട്ട് വന്നോ? ഇല്ലല്ലോ. റിസൾട്ട് വന്നു. എനിക്ക് എ ഗ്രേഡ് ഉണ്ടല്ലേ? അപ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റിലായിരിക്കുമല്ലോ. എന്താണ് ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണോ വരുന്നത്? ഞാൻ സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യം അപ്പം ഡിസ്ട്രിക്റ്റ് വരെ വന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ കഴിഞ്ഞ വർഷം മോഹിനിയാട്ടത്തിന് വന്നിട്ട്. അപ്പം കേരള നടൻ ആദ്യമായിട്ടാണ് വരുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്നത് കേരള നടനം. ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ. സബ് ജില്ലയിലൊക്കെ വിന്നറായിരുന്നു. ഭരതനാട്യം, നാടോടിനൃത്തത്തിനൊക്കെ വിന്നറായിരുന്നു. തുടർച്ചയായിട്ടൊക്കെ വിന്നറായിരുന്നു. അത് ശരി. അപ്പം കേരള നടനിലേക്ക് ആദ്യമായിട്ട് വരുന്നു. അതിനുശേഷം ഫസ്റ്റത്തെ തവണ തന്നെ സ്റ്റേറ്റിലെത്തുന്നു. സ്റ്റേറ്റിൽ തന്നെ എ ഗ്രേഡും കിട്ടുന്നു അല്ലേ? അപ്പോൾ ഭയങ്കര ഒരു സാറിന് ഇപ്പം എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷമാണ്. മോൾ അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രാക്ടിക്കൽ കൊടുത്ത് തറമാക്കിയത്. കലാമണ്ഡലം സുബിൻ, രാജീവ് സുബിൻ എന്ന് പറയുന്ന ഡോക്ടറേറ്റ് കിട്ടിയ ടീച്ചറാണ് മോളെ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു അച്ഛൻ്റെ ഒരു നൃത്തവാസനയും അതിലൂടെ മകളിപ്പോൾ പഠിച്ചൊരു ആദ്യമായിട്ട് കേരള നടനം പഠിക്കുന്നു. കേരള നടനം പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാനെത്തുന്നു. മത്സരിച്ചതിന് ശേഷം എ ഗ്രേഡും കൂടെ സ്വന്തമാക്കുന്നു. അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ദൃശ്യ ജതീന്ദ്രൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.